ബോക്സിംഗ് എന്ന് പറയും, അഥവാ ഇലക്ട്രോണിക് ഡ്രംസുകളുടെ ശബ്ദം. അപ്പോൾ ആദ്യമായിട്ടൊരു ഇൻട്രോ പോലെ ചെറുതായിട്ട് തരാം. അപ്പോൾ ഇതാണ് ബീറ്റ് ബോക്സിങ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ശബ്ദങ്ങളെ കൂടുതൽ ചെയ്യണം, സിനിമാ താരങ്ങളുടെ ഒന്നും ചേരില്ല. അപ്പോൾ ആദ്യമായിട്ട് വ്യത്യസ്തമായ 3 ശബ്ദങ്ങൾ വേർതിരിച്ച് വയ്ക്കും. അതൊന്നും മൈൻഡ് ചെയ്ത് സ്റ്റോറി വയ്ക്കുക. ഒന്നാമത്തെ ശബ്ദം ഇതാണ്, 2, ഇനി 3. ഈ 3 ശബ്ദം ഒരേപോലെ അറ്റ് എ ടൈമിൽ എൻ്റെ വോക്കലിൽ കൂടെ ചെയ്താൽ എങ്ങനെ ഇരിക്കണം? അറ്റ് എ ടൈമിൽ ഇതേപോലെ ഈ 3 ശബ്ദം ഡബിൾ ആക്കാം. 3 എന്നുള്ളത് 6 ആക്കാം. അപ്പോൾ 6 സൗണ്ട് അറ്റ് എ ടൈമിൽ ചെയ്തെങ്കിലും നോക്കാം. ഇതാണ്. അടുത്തായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബാഗിൻ്റെ സിബ്, ഈ ശബ്ദം. ഈ ശബ്ദത്തിൽ നിന്നൊരു ചെറിയൊരു തമാശയ്ക്ക് ഒരു DJ കളിച്ച് അതിറങ്ങിയിരിക്കുന്നു നോക്കാം. ഇതാണ്. അടുത്ത ഇതേപോലെ തമാശയ്ക്കായിട്ട് ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം, അതിൽ നിന്നൊരു DJ. അത് ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം എന്നാണ്. ഈ ശബ്ദത്തിൽ നിന്നൊരു DJ മിക്സ്. ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒരു കോഴിയുടെ ശബ്ദത്തിൽ നിന്ന് ഒരു DJ ചതലെങ്കിരിക്കുന്ന ഒരു കോഴിയുടെ ശബ്ദം, കോഴി കൊക്കുന്ന ശബ്ദത്തിൽ നിന്ന്. പിന്നെ മെയിനായിട്ട് ചെയ്യുന്ന ഐറ്റം എന്ന് വെച്ചാൽ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണ് പിന്നെ മെയിനായിട്ട് ചെയ്യുന്നത്. മലയാള സിനിമകൾ, തമിഴ് സിനിമകൾ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതേപോലെ ഒരു തമിഴ് സിനിമ എടുക്കുവാണെങ്കിൽ വിക്രം, അതിനകത്ത് സന്തനം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എൻട്രി സമയത്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അത് നോക്കാം. സന്തനത്തിൻ്റെ
അതേപോലെ തന്നെ ഒരു മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ സിനിമ ഭീഷ്മപർവ്വം. അതിനകത്ത് ചാമ്പിക്കോ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അതൊക്കെ ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ വളരെയധികം ഹിറ്റായൊരു സൈറ്റാണ്. അത് നോക്കാം. ഭീഷ്മപർവ്വം. ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. ഇതേപോലെ തന്നെ വേറെ ഒരു മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ ആട് 2. അതിനകത്ത് സർബത്ത് ശങ്കർ എന്നൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല. അത് നോക്കാം. സർബത്ത് ഷമീർ. ഇതാണ്. ഇതേപോലെ അടുത്തൊരു സിനിമ, ഒരു മലയാള സിനിമ എടുക്കണി രോമാഞ്ചം. അതിനകത്തൊരു സിനിമ തുടങ്ങുമ്പോൾ ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്. സിനിമ തുടങ്ങുമ്പോൾ അത് നോക്കാം. രോമാഞ്ചം. ഇതേപോലെ തന്നെ ഒരു വേറെ സിനിമ, അല്ലു അർജുൻ്റെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആര്യ 2 എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ഇച്ചിരി പഴയ സിനിമ. അതിലൊരു പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്